അപ്പൊ നമ്മള് മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ വിഷൻ ബോർഡ് അതിന്റെ ഒരു കൂട്ടത്തില് വരുന്ന ഒരു സംഭവമാണ്. ഉം, അല്ലേ? ഉം. ഇപ്പം 2026 ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില്, 1 വർഷത്തിനുള്ളില് ഞാനത് അച്ചീവ് ചെയ്യുന്നു മനസ്സിൽ വിചാരിക്കുന്നു. ചില ആളുകൾ അത് അച്ചീവ് ചെയ്യുന്നു. ചിലർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ചീവ് ചെയ്തവര് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഉം. അപ്പം മറ്റുള്ളവർക്ക് തോന്നുകയാണ് കമ്പാരിസൺ ഭയങ്കരമായിട്ട് നടത്തുന്ന ഒരു ന്യൂജൻ പിള്ളേരാണോ ഇപ്പോൾ ഉള്ളത്? അല്ല, അത് അവരോട് ചോദിക്കേണ്ടി വരും. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇന്റലിജന്റ്. അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. ഭയങ്കര ഇമോഷണൽ. ഉം. അപ്പോ ഇപ്പൊ ഒരാളോട് വന്നിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്തുണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷൻ ബോർഡ് കണ്ടിട്ട് നമ്മൾ അതിലൊന്നും ഒരു മാർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലല്ല അത് കൂടുതൽ ആക്റ്റീവ് ആവണം. എനിക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ്. നമ്മുടെ ഉള്ളിലാണ് അത് ആക്റ്റീവ് ആവണത്. അപ്പോൾ ഇത് പ്രൊജക്ഷൻ ആണെന്നും എന്തൊക്കെ പുറത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലത്തെ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് നമ്മുടെ ആ ആ ലക്ഷ്യത്തിലേക്കുള്ള എനർജീനെ കൂടുതൽ ഫ്ലോ ചെയ്യിപ്പിക്കാനെന്നുള്ള ബോധ്യത്തോട് എന്തും ചെയ്യാം. ഉം. അത് നല്ല കാര്യമാണ്. ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പലർക്കും എനിക്കത് ചെയ്യാൻ തോന്നാറില്ല. കാരണം എനിക്കെന്താണോ സംഭവിക്കേണ്ടത് അത് ഭംഗിയായിട്ട് സംഭവിക്കുമെന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെയൊക്കെ ഞാനൊക്കെ ട്രാവൽ ചെയ്യുക. വളരെ ചെറിയ കാശൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഉറപ്പാണ് എവിടുന്നെങ്കിലും ഹെൽപ്പ് വരും. അത് വന്നിരിക്കും. അടുത്തത് ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തതാ. അതായത് കേരളത്തിലുള്ള ആളുകള് ഗൂഗിളിനോട് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പം ഫസ്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻ ഹൗ ടു മാനേജ് സ്ട്രെസ് അറ്റ് ഹോം. വീട്ടിലിരുന്ന് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം ഓർ വർക്ക്. സ്ട്രെസ് മാക്സിമം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സ്ട്രെസ്സിനെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാവണേ. ഒരു 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 ഇമോഷൻ വന്നു അല്ലെങ്കിൽ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ സപ്രസ് ചെയ്യുമ്പോൾ അത് പവർഫുൾ ആവും. അത് തുമ്മലായാലും ദേഷ്യമായാലും ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുമ്പോൾ അത് ഡബിൾ സ്ട്രോങ്ങിൽ വന്നിട്ട് അടിക്കുന്ന പറയാം. അപ്പം അതിനെ പ്രോപ്പറായിട്ട് റിലീസ് ആക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ മിക്കതും നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ നെഞ്ഞത്തായിരിക്കും റിലീസ് ചെയ്യുക. അമ്മ മക്കള്, പാർട്ട്നേഴ്സ്. കാരണം അവരുടെ കംഫർട്ട് സോൺ അവർക്കറിയാം. ഇവിടെ നമുക്ക് ബഹളം ഉണ്ടാക്കാന്നുള്ളത്. അവർ ബഹളം ഉണ്ടാക്കുന്നത് ആ വിഷയത്തിനാവില്ല. ചിലപ്പോൾ ആ ചായ തട്ടിപ്പോയാനോ ഒന്നിനാവില്ല. ആ ഉള്ളിൽ കിടക്കുന്ന വോൾക്കാനോ പോലുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള എനർജീനെ എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് പോവുക. അപ്പം അതുകൊണ്ടാണ് ഈ ഈ ദേഷ്യത്തിൽ കൂടെ അത് ഭയങ്കരമായിട്ട് നടക്കും. അത് കഴിഞ്ഞൊരു ആശ്വാസം. അപ്പം അതിന് പകരം അതിനെ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കണം. അതൊരു പ്രാക്ടീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ പോണതാവാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണതാവാം, വാട്ടെവർ. ഐ ആം നോട്ട് ജസ്റ്റ് സെയിങ് യോഗയോ പ്രാണായാമോ തന്നെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. ഇതിനും കൂടി ഡീപ്പായിട്ട് എടുക്കണമെങ്കിൽ അത് ചെയ്യാമെന്ന് മാത്രം. പ്ലസ് എന്ന് പറയുന്നതിൽ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഷുഡ് ബി റിലീസ്.